നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. 2025 10th 11 ക്വസ്റ്റ്യൻ സീരീസിൽ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എപ്പോഴും പറയുന്ന കാര്യങ്ങളൊന്നുകൂടി പറയട്ടെ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് എടുക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 ആണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് തന്നിരിക്കുന്നത്. സംഖ്യകളുടെ എണ്ണം എത്രയാണ്? സംഖ്യകളുടെ എണ്ണം ഇവിടെ 5. തുക എത്രയാണ്? തുക 300 ആണ് തന്നിരിക്കുന്നത്. തുക 300. എണ്ണവും തുകയും തന്നാൽ നമുക്ക് ശരാശരി കാണാൻ പറ്റും. ശരാശരി കാണുന്നത് എങ്ങനെയാണ്? തുക ഡിവൈഡഡ് ബൈ എണ്ണം. തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ് ശരാശരി. അപ്പോൾ നമ്മൾ ശരാശരി എത്രയാണ് കിട്ടുക? ഇവിടെ ശരാശരി കിട്ടുന്നത് 300 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും? 60 ഇവിടുത്തെ ശരാശരി. എന്തിനാണ് ഇവിടെ ശരാശരി കണ്ടത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് തന്നിരിക്കുന്നത്. തുടർച്ചയായ സംഖ്യകളാണ്. തുടർച്ചയായ സംഖ്യകൾ 1, 2, 3, 4, 5. നമ്മളിങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരാശരി എന്ന് പറയുന്നത് എപ്പോഴും അതിൽ നടുവിൽ വരുന്ന സംഖ്യ ആയിരിക്കും. ഇതിൽ നടുവിൽ വരുന്ന സംഖ്യ ഇവിടെയാണ് നടുവിൽ വരുന്നത്. ഇത് ശരാശരി ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ ഇവിടെ ഇത് 60 ആയിരിക്കും. അപ്പോൾ അടുത്ത എണ്ണൽ സംഖ്യ 61, അടുത്ത എണ്ണൽ സംഖ്യ 62. ഇവിടെ നിന്ന് പുറകോട്ട് പോയാൽ ഇവിടെ 59, 58. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? അതിൽ ഏറ്റവും വലിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. വലിയ സംഖ്യ ഏതാണ്? 62 ആണ്. അതുകൊണ്ട് ബി ആണ് നമ്മുടെ ആൻസർ. ചെറിയ സംഖ്യ ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ അത് 58 ആണ്. ഈ രീതിയിലാണ് കാണുന്നത്. അടുത്തത്: താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യാ ജോഡികളിൽ തുക 1 വരാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. 1 വരാത്തത്. ആദ്യത്തെ ജോഡി 1/2, 1/2. അപ്പോൾ ഇത് കൂട്ടിയാൽ എന്ത് വരും? 1/2 + 1/2 ഈക്വൽ ടു ഛേദം സെയിം ആണ്. ഛേദം അതുപോലെ എടുത്തെഴുതി അംശം കൂട്ടി എഴുതുക. 1 1 2. 2/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇതല്ല, 1 വരാത്തതാണ് നമുക്ക് വേണ്ടത്. ബി എടുക്കുക. 2/3 + 1/3. ഛേദം സെയിം, അത് എടുത്തെഴുതി അംശം കൂട്ടി. 2 3 3. 3/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ആണ്. ഇതും അല്ല. അടുത്തത് നോക്കിക്കേ. 5/11 + 4/11. ഛേദം അതുപോലെ എടുത്തെഴുതി 5 4 9. ഇത് 1 അല്ല. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്താണെങ്കിലോ 7/15 + 8/15 എത്ര വരും? ഛേദം സെയിം ആണ്. ഛേദം അതുപോലെ എടുത്തെഴുതി 7 8 15. 15/15 1 ആണ്. അപ്പോൾ ഇത് നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട്. 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 4ൽ 3 ഭാഗം നിറഞ്ഞു. എങ്കിൽ ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളമാണ് ഉണ്ടായിരുന്നത്? ഇവിടെ ഈ ഒരു ടാങ്കിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? ടാങ്കിൽ 36 ലിറ്റർ വെള്ളം കൊള്ളും. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളമുണ്ട്. അതിലേക്ക് 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 4ൽ 3 ഭാഗം നിറഞ്ഞു. 4ൽ 3 ഭാഗം നിറഞ്ഞു എന്ന് പറയുമ്പോൾ അതിൽ എത്ര ലിറ്റർ വെള്ളമായി എങ്ങനെ കാണും? അതായത് 36 ലിറ്ററാണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി. 36ൻ്റെ 4ൽ 3 ഭാഗമാണ് നിറഞ്ഞത്. 36ൻ്റെ 4ൽ 3 എത്രയാണെന്ന് കാണാം. 4 9 4 36, 9 3 27 ലിറ്ററാണ്. അപ്പോൾ നമ്മൾ 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ ആകെ എത്ര ലിറ്ററായി? 27 ലിറ്ററായി. അപ്പോൾ ആദ്യം അതിലൊരു എമൗണ്ട് വെള്ളം ഉണ്ടായിരുന്നു. അത് നമുക്കറിയില്ല. അത് എക്സ് ആയിട്ട് എടുത്തു. എക്സിൻ്റെ കൂടെ 20 ലിറ്റർ കൂടി ആഡ് ചെയ്തപ്പോൾ എത്രയായി? 27 ലിറ്ററായി. അപ്പോൾ എക്സ് എത്രയാണ്? 27 - 20 7 ലിറ്റർ. നമ്മുടെ ആൻസർ എ ആണ്. അടുത്തത്: താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതാണ്? 5/3, 5/4, 5/5, 5/7 ആണ് തന്നിരിക്കുന്നത്. ഇവിടെ പൂർണ്ണവർഗം ആവുകയാണെങ്കിൽ പവർ എന്തായിരിക്കണം? ഈവൻ നമ്പർ ആയിരിക്കണം. ഇരട്ട സംഖ്യ ആയിരിക്കണം. ഇവിടെ 5/3 ആണ്. 3 ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഇതല്ല. 5/4 ഇതാണ് പൂർണ്ണവർഗം. ഇവിടെയും ഒറ്റ സംഖ്യയാണ്, ഇവിടെയും ഒറ്റ സംഖ്യയാണ്. 5/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 × 5 × 5 × 5 എന്നാണ് അതിൻ്റെ മീനിങ്. 5 × 5 25. ഇവിടെയും 5 × 5 25. 25 × 25 625. പൂർണ്ണവർഗമാണല്ലോ. 25ൻ്റെ വർഗമാണല്ലോ. അപ്പോൾ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്തത്: 1 കിലോഗ്രാം ആപ്പിളിന് 180 രൂപയും 1 കിലോഗ്രാം ഓറഞ്ചിന് 60 രൂപയുമാണ് വില. 3 കിലോഗ്രാം ആപ്പിളിനും 4 കിലോഗ്രാം ഓറഞ്ചിനും കൂടി ആകെ എത്ര രൂപയാകും? അപ്പോൾ ആപ്പിളിൻ്റെ വില എത്രയാണ്? ആപ്പിളിൻ്റെ വില 180 രൂപ. ഓറഞ്ചിൻ്റെ വിലയോ?
ഓറഞ്ചിൻ്റെ വില 60 രൂപ. 3 കിലോഗ്രാം ആപ്പിളാണ് വാങ്ങിയത്. അപ്പോൾ 3 കിലോഗ്രാം ആപ്പിളിൻ്റെ വില 180 × 3 0 24 ശിഷ്ടം 2 1 3 3 2 5 540. ഇവിടെ നമ്മൾ 4 കിലോഗ്രാം ഓറഞ്ച് വാങ്ങി. അപ്പോൾ 1 കിലോഗ്രാമിൻ്റെ വില × 4 4 × 0 0 6 × 4 24 240. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? 3 കിലോഗ്രാം ആപ്പിളിനും 4 കിലോഗ്രാം ഓറഞ്ചിനും കൂടി ആകെ എത്ര രൂപയാകും? ആകെ രൂപ കാണാൻ വേണ്ടി ഇത് രണ്ടും കൂട്ടുക. 540 + 240 0 4 4 8 5 2 7 780 രൂപ. ബി ആണ് നമ്മുടെ ആൻസർ. 1 കിലോഗ്രാം ആപ്പിളിൻ്റെ വില തന്നു 180 രൂപ. 1 കിലോഗ്രാം ഓറഞ്ചിൻ്റെ വില 60 രൂപ. അതുപോലുള്ള 3 കിലോഗ്രാം വാങ്ങി. അപ്പോൾ 3 കിലോഗ്രാം ആപ്പിളിൻ്റെ വില 3 × 180 540. ഓറഞ്ച് 4 കിലോഗ്രാം വാങ്ങി. 4 × 60 240. ആകെ വില 540 240 കൂട്ടി 780 രൂപ. 20 മീറ്റർ/സെക്കൻഡ് ശരാശരി വേഗതയിൽ പോകുന്ന ഒരു കാർ 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും? ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട്, വേഗത തന്നിട്ടുണ്ട്. 20 മീറ്റർ/സെക്കൻഡ് വേഗത തന്നിരിക്കുന്നു. വേഗത 20 മീറ്റർ/സെക്കൻഡ്. ഇനി 36 കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ദൂരം എത്രയാണ്? 36 കിലോമീറ്റർ. ദൂരം 36 കിലോമീറ്റർ. ഇവിടെ വേഗത മീറ്റർ/സെക്കൻഡിലും ദൂരം കിലോമീറ്ററിലുമാണ്. അതുകൊണ്ട് നമുക്ക് വേഗതയെ km/hലേക്ക് മാറ്റാം. എങ്ങനെയാണ് km/hലേക്ക് മാറ്റുന്നത്? മീറ്റർ/സെക്കൻഡിലുള്ള വാല്യൂ ഇൻറ്റു 18/5. 1 5 5 4 5 20 4 × 18 ചെയ്തു നോക്കാം. 18 × 4 4 8 32 ശിഷ്ടം 3 1 4 4 3 7 72 km/h ആണ്. km/h കിട്ടി. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? സമയം. സഞ്ചരിക്കാൻ എടുക്കുന്ന സമയമാണ് കാണേണ്ടത്. സമയം എങ്ങനെ കാണാം? സമയം = ദൂരം / വേഗത. ദൂരം എത്രയാ? 36 / 72 എത്ര വരും? 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 6 36 1 6 12 6 12. ഇനി ഇവിടെ 1 വരും, ഇവിടെ 2 വരും. 1/2 അവർ. അതായത് അരമണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 30 മിനിറ്റ് ആണ്. 30 മിനിറ്റ്. എ ആണ് നമ്മുടെ ആൻസർ. 30 മിനിറ്റ്. അടുത്തത് 1.25 എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ ഏത്? 1.25 എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ. 1.25 നമ്മൾ ഇങ്ങനെ എഴുതാമല്ലോ. 125/100 എഴുതാം. ഇവിടെ 2 സ്ഥാനം വലത്തോട്ട് മാറ്റിയപ്പോൾ 100 കൊണ്ട് ഹരിച്ചു. 125/100. ഇനി അതിനെ എന്ത് ചെയ്യാം? ചെറുതാക്കാം, സോൾവ് ചെയ്യാം. 5 കൊണ്ടാണെങ്കിൽ 25 കൊണ്ട് ഡയറക്റ്റ് ചെയ്യാം. 5 കൊണ്ടാണെങ്കിൽ 2 5 10 20. ഇവിടെ 2 5 10 25 5 25. എഗെയിൻ 5 കൊണ്ട് ചെയ്താൽ 4 5 5/4 വന്നു. 5/4 ആണ് നമ്മുടെ ആൻസർ. 1.25 എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ 5/4. അടുത്തത്, ഒരാൾ ഒരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. 5% ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു? അപ്പോൾ ഒരാളൊരു സാധനം വിറ്റ വില എന്താണ്? വിറ്റ വില 2070. അപ്പോൾ അവിടെ 10% നഷ്ടമുണ്ടായി. നമ്മൾ ആകെ ശതമാനം 100 ആണ്. അപ്പോൾ ഇവിടെ 10% നഷ്ടമുണ്ടായി എന്ന് പറയുമ്പോൾ 10% കുറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? 90% എന്നെടുക്കാം. അതായത് ഈ 90% എന്ന് പറയുന്നത് എത്രയാണ്? 2070 ആണ്. 2070 വിറ്റപ്പോഴാണ് 10% നഷ്ടമുണ്ടായത്. 10% നഷ്ടം എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? 90%. ഇനി 5% ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം? ആകെയുള്ളത് 100%. നമുക്ക് 5% ലാഭം എന്ന് പറയുമ്പോൾ 100ൻ്റെ കൂടെ 5 കൂടി കിട്ടണം. അപ്പോൾ 105% എഴുതാം. ഈ 105% ലാഭം വേണമെങ്കിൽ അതായത് 5% ലാഭം വേണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? അപ്പോൾ 105% എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 90% 2070 ആണെങ്കിൽ 105% എത്ര? ഇത് നമുക്ക് ക്രോസ് ചെയ്യാം. എങ്ങനെയാണ് ക്രോസ് ചെയ്യുക? ഇതും ഗുണിച്ചിട്ട് ഇതുകൊണ്ട് ഹരിക്കാം. 2070 × 105 / 90. 0 0 പോയി. 9 കൊണ്ട് പോകും. 1 9 9. ഇവിടെ 2 9 18 ശിഷ്ടം 2 27 3 9 27. 105 × 23 105 × 23 3 5 15 ശിഷ്ടം 1. ഇവിടെ 0 കൊണ്ട് ഗുണിക്കുമ്പോൾ 0 വരും. ആ ശിഷ്ടം ബാക്കി 1. 1 3 3 2 5 10 ശിഷ്ടം 1 0. ആ 1 ബാക്കിയുണ്ട്. 1 2 2 5 1 4 2.
2415 രൂപ. ഡി ആണ് നമ്മുടെ ആൻസർ, 2415 രൂപ. അടുത്തത് 196 ചതുരശ്ര മീറ്റർ പരപ്പളവ്, അതായത് വിസ്തീർണമുള്ള ഒരു സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? ഒരു സമചതുരത്തിൻ്റെ ഒരു വശം എ ആണെങ്കിൽ അതിൻ്റെ വിസ്തീർണം എങ്ങനെയാണ് കാണുന്നത്? സമചതുരത്തിൻ്റെ വിസ്തീർണം എന്താണ്? എ സ്ക്വയർ എന്നാണ് അതിൻ്റെ ഫോർമുല വരുന്നത്. ഒരു വശം എ ആണെങ്കിൽ വിസ്തീർണം എ സ്ക്വയർ. ഇവിടെ നമുക്ക് എ സ്ക്വയർ തന്നിരിക്കുന്നു. എ സ്ക്വയർ എന്ന് പറയുന്നത് 196 ചതുരശ്ര മീറ്റർ ആണ്. 196 എ ആണെങ്കിൽ നമ്മൾ എങ്ങനെ കാണും? റൂട്ട് ഓഫ് 196. റൂട്ട് ഓഫ് 196 എത്രയാണ്? നമുക്ക് 14 മീറ്റർ എന്ന് കിട്ടും. 14 മീറ്റർ. ബി ആണ് നമ്മുടെ ആൻസർ. അടുത്തത് 5, 7, 14 എന്നീ 3 സംഖ്യകൾ കൊണ്ടും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 5 കൊണ്ടും 7 കൊണ്ടും 14 കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ അത് ഇവയുടെ LCM ആണ്, ലസാഗുവാണ് കാണേണ്ടത്. അപ്പോൾ 5ലും 7ലും 14ലും പോകുന്ന സംഖ്യയില്ല. പക്ഷേ 7ലും 14ലും 7 പോകും. അപ്പോൾ നമുക്ക് 7 എടുക്കാം. 5 അതുപോലെ എഴുതി. 7 ഒരു 7 7, 2 7 14. ഇനി 5 1 2 ഇതിൽ 3ലും പോകുന്ന സംഖ്യയില്ല. ഇതിന് അപ്പുറം ചെയ്യാൻ പറ്റില്ല, ഇത്രയുമാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? ഇതൊക്കെ ഗുണിക്കുക. 7 × 5 × 1 × 2 എത്ര വരും? 70. 70 നമ്മുടെ ആൻസർ. ബി 70. അപ്പോൾ 5 കൊണ്ടും 7 കൊണ്ടും 14 കൊണ്ടും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എത്രയാണ്? 70. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.